നമ്മൾ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടല്ലേ? എന്തായിരുന്നു ടാസ്ക്? കൃത്യമായിട്ട് 5 വക്ത് ഖളാ ആകാണ്ട് നിസ്കരിച്ചാൽ, അതുപോലെ ഹിഫ്ള് സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതിയാൽ, ആ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനമായിട്ട് സമ്മാനം തരുന്നു പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, നിങ്ങൾ അൽഹംദുലില്ലാഹ് നിങ്ങൾ രക്ഷിതാക്കളും ഉസ്താദ് പറഞ്ഞതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അധിക വിദ്യാർത്ഥികളും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച മക്കള് പറഞ്ഞത് നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ സമ്മാനം ആര് തരും? സദർ ഉസ്താദ് തരും. സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോൾ 2 കാര്യം. ഒരു സന്ദേശം എന്താണെന്നറിയോ? ഞങ്ങൾ ഉസ്താദ് പറയുന്നതൊക്കെ അനുസരിക്കുന്ന മക്കളാണ് അല്ലേ? അങ്ങനെ ഇട്ടൂലേ? കാരണം ഉസ്താദ് വോയിസിൽ ഓതി വിടണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അനുസരിച്ചു. അപ്പൊ നിങ്ങൾ അനുസരണയുള്ള മക്കളാണ്. പള്ളിയിൽ വരുന്ന മക്കളോട് പറഞ്ഞ പള്ളിയിലേക്ക് നിങ്ങൾ വരണേ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ഒറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഖളാ ആക്കാതെ നിസ്കരിച്ചു. മാഷാ അല്ലാഹ്. നിങ്ങളിലേക്കാൾ ഉത്തമരാരാണ്? പഠിച്ചതനുസരിച്ച്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമം. അത് നിങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നതോ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് ഇൽമു നാഫിയാക്കുക എന്നത്. അള്ളാഹു ഇനിയും ഉന്നതിയിലേക്ക് വരാൻ അള്ളാഹു പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത്രമേൽ ഉഷാറായി കാണാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട ജുനൈദ് ഉസ്താദ്. മാഷാ അല്ലാഹ്, ജുനൈദ് ഉസ്താദിന്റെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. ഇതിന് വർണ്ണിക്കാൻ വാക്കുകളില്ല. മനോഹരമാണ്. എല്ലായിടത്തും നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള ഇടപെടൽ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ ഉസ്താദിനെ അനുസരിച്ച്, ഉസ്താദ് പറയുന്നതൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ പ്രാവർത്തികമാക്കി മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഹുസ്നുൽ ജമാൽ രാജാവേ, ഹുസ്നുൽ കമാൽ നേതാവേ, ഉദിലങ്കും പ്രഭമുഖ രാജാവേ, നിറഞ്ഞുള്ളതാ സ്നേഹലോകം, അറിയാൻ കഴിയാത്തതാണ് പ്രേമലോകം, നിറഞ്ഞ